ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വീഡിയോ ഇടുന്ന കുറച്ച് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിൽ മക്കളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ട് വളരെ കുറവാണ്. ഇന്നാണെങ്കിൽ ഞാനൊരു 7 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ കിച്ചണിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് നമ്മുടെ അരി വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. പച്ചരി വെച്ച് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ആക്കി വെച്ചിട്ട് പെട്ടെന്ന് അലക്കിയിട്ട് ഞാനത് മെഷീനിലിട്ടുന്നതാണ്. നിങ്ങൾ കണ്ടത് ഫസ്റ്റ് മെഷീനിൽ എങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മെഷീനിൽ അലക്കാത്തതെന്ന്. അലക്കാത്തതിന് കാരണം ഇവിടെ വെള്ളം കുറവായതുകൊണ്ടാണ്. നമുക്ക് മെഷീനിൽ അലക്കുമ്പോൾ ഒത്തിരി വെള്ളം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് അലക്കി ഒലുമ്പിയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് ഇടൽ. ഒത്തിരി അലക്കാനുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനകത്തോട്ട് ഇടും കേട്ടോ. എന്നിട്ട് ഡ്രൈ ചെയ്യാൻ ഇട്ടിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അതൊക്കെ ഡ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഉപ്പുമാവും പിന്നെ ഉള്ളിയും തക്കാളിയും കൂടി ഒരു തോരൻ ഉണ്ടാക്കീന്. അതും അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മിന്നൂട്ടിയൊക്കെ എണീച്ചു. മിന്നൂട്ടിയൊന്നും കഴിക്കാറായില്ല. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അവർക്കൊക്കെ കഴിക്കാൻ ഇപ്പോൾ ഇത്തിരി ലേറ്റ് ആവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് രാവിലെ പോകേണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബാക്കി എല്ലാ പണി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്പുമാവ് കഴിച്ചിട്ട് പാത്രമൊക്കെ വടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയിട്ട് അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചായ എനിക്ക് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കുന്നുണ്ട്. ഞാനൊരു 3 ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ പൂജിയും മിന്നൂട്ടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാകുമ്പോൾ ചായ ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രവും കഴുകി വെച്ചിട്ട് അപ്പോഴത്തേക്കും ഡ്രൈ ചെയ്യാനിട്ട തുണിയൊക്കെ ആയിട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ തുണിയൊക്കെ ഒരു ബക്കറ്റിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ മിന്നൂട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മിന്നൂട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അപ്പോൾ തുണി വിരിച്ചിടുന്ന മുകളിലാണ്. അപ്പോഴത്തേക്ക് മിന്നൂട്ടി പറഞ്ഞു ഞാനും കൂടെ വരുന്നതെന്ന്. അങ്ങനെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെ ഞാൻ വെറുതെ ഇരിക്കണ്ടേ. അപ്പം നമുക്കൊരു സാധനം കണ്ടാലോ. മീഷോന്ന് വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വാങ്ങിച്ചിട്ട് അവിടെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഈ 2 കുഷ്യനും അതിൻ്റെ കൂടെ കിട്ടിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് കുറച്ച് നേരം കളിച്ചത് അവിടെ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ പില്ലോ കവർ കണ്ടാലോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല വർക്കാണ്. അടിപൊളിയായിട്ടുണ്ട്. സിബാണ് കേട്ടോ ഇത് വരുന്നത്. സിബ് തുറന്നിട്ട് ഫില്ലോ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. നല്ല സൂപ്പറാണ്. ഇതിൻ്റെയൊക്കെ സൈഡ് വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് ആട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ നല്ല വൈറ്റിൽ ഒത്തിരി വർക്കുകൾ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഞാൻ കിങ് സൈസാണ് മേടിച്ചത്. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ബെഡ്ഷീറ്റ് അടുത്ത റൂമിലത്തെ ഒരാൾക്ക് ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വാങ്ങിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല അടിപൊളിയാണ് ദീദി, കളറൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ബുക്ക് ചെയ്തത്. എനിക്കും കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. യൂസ് ചെയ്തിട്ടില്ല നമുക്ക് അധികം പറയാൻ പറ്റൂ. കാണാൻ നല്ല സൂപ്പറാണ്. ഒരു കുഴപ്പമില്ല. അടിപൊളിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് നേരെ മടക്കി വെക്കുകയാണ്. അപ്പോൾ മിന്നൂട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടായി. ഇനി നമുക്ക് നേരെ തുണി വിരിച്ചിടാൻ പോയാലോ. അങ്ങനെ അതൊക്കെ തിരിച്ച് അതിനകത്തോട്ട് ആ കവറിലോട്ട് തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ സിബൊക്കെ ഇട്ട് പൂട്ടി കവറിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് അലക്കിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. മിന്നൂട്ടിയിൽ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ തുണിയാറിടാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ്. ഇവിടെ നല്ല വ്യൂ ആട്ടോ. അടിപൊളിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിന്നൂട്ടിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടാങ്കിൻ്റെ പുറത്ത് കയറി കുത്തിരുന്നിട്ടുണ്ട്. ആരുടെ ടാങ്കിയാണെന്ന് വെച്ചാൽ ഒരു മലയാളീസിൻ്റെ തന്നെയാണ്. അവർ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആൻറ്റിയോടും അങ്കിളിനോടും പറയും വേഗം അവിടെ നിന്ന് ഇറങ്ങിക്കോ, നിൻ്റെ ചെവി പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവക്കാണെങ്കിൽ അവരെപ്പോഴും കളിപ്പിക്കുന്നതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. ഞാൻ കുറേ നേരം പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ മെല്ലെ ഇരുന്ന് താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഞാൻ ഇറങ്ങാം, അമ്മ പറഞ്ഞു കൊടുക്കണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മെല്ലെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആള്. അപ്പോഴത്തേക്ക് എനിക്ക് തുണി വിരിച്ചിട്ടൊക്കെ ആയി. ഇവിടെയാണെങ്കിൽ നല്ല വെയിലാണ്. പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും നമുക്ക്. തുണിയാണെങ്കിൽ ഡ്രൈ ചെയ്തിട്ടിടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിക്കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് ഞാനും മുന്നോട്ട് നേരെ താഴോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ താഴെ ഇറങ്ങിയിട്ടാകുമ്പോൾ ബാൽക്കണിയിൽ കുറച്ച് തുണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തത് കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് ഞാൻ തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിക്കൽ ഞാൻ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തുടക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്ന് തുടച്ചു കൊടുക്കുകയാണ് റൂമൊക്കെ.
അതിനിടയിൽ വേസ്റ്റൊക്കെ എടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടു കൊടുത്ത് പിന്നെ പുതിയ കവറൊക്കെ അതിനകത്തിട്ട് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇപ്പം തന്നെ ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ബോട്ടിലും ഞാൻ കവറിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ കവറൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ വീണ്ടും തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കിച്ചണിൽ ആണ് ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ കക്കരിക്ക കേട്ടോ. നല്ല നാടൻ കക്കരിക്ക എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കക്കരിക്കയല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടേസ്റ്റ് പോലെ തോന്നും. ഒന്നാമത് എനിക്ക് പണ്ട് മുതലേ കക്കരിക്കയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തൊട്ടൊന്ന് കഴിക്കാനുള്ള വെപ്രാളത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും പണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചണൊക്കെ തുടച്ചിട്ട് നേരെ നമ്മൾ ഹാളിലോട്ട് എത്തിയിട്ടുണ്ട്. ഹാളും കൂടി ഒന്ന് പെട്ടെന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വെള്ളം മുക്കിയിട്ടാണ് തുടക്കുന്നത്. കാരണം വീട്ടിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മുടി ഭയങ്കരമായിട്ടുണ്ട്. പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. പൂജയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുടി അയച്ചിട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചു നേരം മുടി കെട്ടി വെക്കും, പിന്നെ ആദ്യം അയച്ചിടും. ഇത് തന്നെയാണ്, ഇടക്കിടക്ക് വാർന്നുകൊണ്ടിരിക്കണം. എന്തിനാണെന്നൊന്നും അറിയില്ല, എപ്പോഴും മുടി വാർന്നുകൊണ്ടിരിക്കുന്ന കാണാം. മിന്നൂട്ടിയാണെങ്കിൽ കണ്ടോ, ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തുടച്ച സ്ഥലത്തെ കൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നടക്കല്ലേ ചളിയാവും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഹാളും കൂടി തുടച്ചിട്ട് നമ്മൾ നേരെ ബാത്റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് ഞാൻ നേരെ പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാം. ഇന്ന് പൊന്നിയരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് പതിവ് പോലെ തന്നെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. പൊന്നിയരിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ചുവന്നരിനെ പോലെ ഒത്തിരി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അങ്ങനെ ഞാനിത് അത് കഴുകിയിട്ട് നേരെ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 വിസിലടിപ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുക്കറിൻ്റെ മുകളിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ വെന്തുടഞ്ഞ ഈ പൊന്നിയരിയൊന്നും കഴിക്കാൻ എനിക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ. വേവാതെ നല്ല കുരുകുരുവായിട്ട്, നല്ലോണം വേവാതെ അല്ല, ഒരുപാട് വേവാതെ നല്ലൊരു കുരുകുരുവായിട്ട് കിട്ടുമ്പോഴാണ് പൊന്നിയരിക്കൊക്കെ ടേസ്റ്റ്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ പാത്രം ഒന്ന് കഴുകി വെക്കുകയാണ്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നതിന് മുമ്പ് പാത്രം ഒന്ന് കഴുകി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കക്കരിക്ക നേരത്തത് അവിടെ ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ എന്താ കട്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കക്കരിക്ക ഒന്ന് കട്ട് ചെയ്യാം, നമുക്ക് കുറച്ച് അവിയലിലിടാം, കുറച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ കക്കരിക്ക കട്ട് ചെയ്ത്, ഈ പണ്ട് മുതലേ ഈ കക്കരിക്കേൻ്റെ വാറ് കഴിക്കൽ എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അതിന്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കക്കരിക്ക കട്ട് ചെയ്തിട്ട് എൻ്റെ വാറ് കഴിച്ചു. എന്തൊരു ടേസ്റ്റായിരുന്നു. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന കക്കരിക്കയുടെ ഒരു ടേസ്റ്റേ അല്ല, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ കക്കരിക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് നമ്മളിന്ന് അവിയലാണ് വെക്കുന്നത്. അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതെന്താണ് ഉരുളക്കിഴങ്ങ്, കക്കരിക്ക, കോയക്ക, ബീൻസ്, അത്രേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇന്ന് ഉരുളിയിലാണ് ഞാൻ വെക്കുന്നത്. ഉരുളിയിൽ കഴിഞ്ഞ പ്രാവശ്യം അവിയൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉരുളിയിൽ തന്നെ വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അവിയലിന് കട്ട് ചെയ്തപ്പോൾ അവിടെ മൊത്തമായിട്ട് ആദ്യം വൃത്തികേടായി. അതുകൊണ്ട് അവിടെ ആദ്യം ഒന്ന് വൃത്തിയാക്കാം. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, അതൊന്ന് ഊറ്റണം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഈ അവിയലിന് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തപ്പോൾ മൊത്തമായിട്ട് വൃത്തികേടായി. എന്തായാലും ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേസ്റ്റൊക്കെ എടുത്തിട്ട് വേസ്റ്റിൻ്റെ ഡബ്ബയിലിട്ടു. പിന്നെ കട്ടിങ് ബോർഡും കത്തിയും അവിടെയൊക്കെ ഒന്ന് തുടക്കുകയൊക്കെ ചെയ്തു. പിന്നെ പാത്രം ഉണ്ടായിരുന്നു, അതും കഴുകി വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ഊറ്റാൻ പോവാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒത്തിരി വേവാതെ നല്ല പൊലക്കുരുകുരുവായിട്ട് നമ്മളെ പൊന്നിയരി കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമായിട്ടോ. ഇത് ഉടഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ചോറ് കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മളെ ചോറൊക്കെ ഊറ്റി അത് അവിടെ അടച്ചു വെച്ചു. ഇനി അവിയലിനുള്ള തേങ്ങയൊക്കെ ഒന്ന് മുതിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ നേരത്തെ ചിരവി വെച്ചായിരുന്നു. അത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞു ജാറ് മതി കേട്ടോ, ഒത്തിരി ഒന്നും ആക്കുന്നില്ലല്ലോ, ഒത്തിരിയല്ലേ. പിന്നെ അതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, ഒത്തിരി അരച്ച് നെയ്യ് പോലെയൊന്നും ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ കഷ്ണത്തിന് നേരത്തെ ഇട്ടതുകൊണ്ട് ഞാൻ തേങ്ങയിൽ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല. നല്ലതുപോലെ മഞ്ഞപ്പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ അവിയൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ.
ഇതിൻ്റെ ഇടയിൽ വെച്ച് അവിയലിനേക്കാളും സൂപ്പറായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കഴിച്ചപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു നല്ല ടേസ്റ്റാണ്, മിനിയാന്നത്തേനേക്കാളും നല്ല ടേസ്റ്റാണെന്ന്. അങ്ങനെ നമ്മൾ അവിയലിനെ തേങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ തൈരോ പുളിയോ ഒന്നും ചേർക്കാറില്ല, പക്ഷെ ഞങ്ങൾ തൈരൊക്കെ ചേർക്കാറുണ്ട്. പാവയ്ക്ക ഉണ്ടെങ്കിൽ പാവയ്ക്കും ചേർക്കാറുണ്ട് കേട്ടോ അവിയലിൽ. പിന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചേറായിട്ട് രസം വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിക്കാനിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളക്, ജീരകവും കുറച്ച് സവാളയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഈ ചതച്ചതൊക്കെ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കയ്യിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മിക്സിയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ അടുത്താണ് ഇടയ്ക്കിടയ്ക്ക് ഉറുമ്പ് വരുന്നത്. ഉറുമ്പിൻ്റെ ശല്യം ഇല്ലയെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് സന്തോഷവതിയായിരുന്നു. ഇപ്പോൾ ആദ്യമേ കുറേശ്ശെ ഉറുമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഗ്യാസിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ തീ കത്തിക്കണ സമയത്ത് അതൊക്കെ ഓടിപ്പോകുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും എനിക്കൊരു പിടിയില്ല ഗെയ്സ്, എന്താ ചെയ്യുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ പാത്രമൊക്കെ കഴുകി വെച്ചു. കത്തിയും മിക്സിയും എല്ലാം കഴുകി, നമ്മുടെ കൈക്കോൽ തുണിയൊക്കെ കഴുകി അവിടെ വിരിച്ചിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്ത് രസം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസവും അവിയലും ചോറും ഒക്കെ ആയിട്ടോ. ഇവിടെ എല്ലാവരും ഓരോരോ പണിയിലാണ്. പൂജയാണെങ്കിൽ ഇതാ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു, മിന്നൂട്ടിയാണെങ്കിൽ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ മുട്ടാംപ്ലേറ്റും കൂടി ആക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മുട്ടയെടുത്ത് പൊട്ടിച്ച് അതിൽ കുറച്ച് സവാളയും പച്ചമുളകും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നേരത്തെ മുറിച്ച കക്കരിക്കേൻ്റെ ബാക്കിയില്ലേ, അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഞാനത് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മുറിച്ച് വെച്ചില്ലെങ്കിൽ കൊണ്ടുവന്ന ആൾക്ക് ഒട്ടും കിട്ടും തോന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിച്ച് തീർത്ത് പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ പാത്രത്തിൽ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കാണും തോറും എനിക്കാണെങ്കിൽ ആക്രാന്തമാണ്, എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ഇതാ നല്ലതുപോലെ കാഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും സക്സസ് ഒന്നും ആവാറില്ല കേട്ടോ, ഇന്ന് നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന് 4 വരയും കൂടി ഇട്ട് കൊടുത്തു. 4 ആൾക്കും ഓരോരോ പീസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളെ എല്ലാ ഐറ്റംസും റെഡിയായി. നമ്മളെ രാവിലത്തെ കുറച്ച് ഉള്ളി കറിയില്ലേ, ഉള്ളിയും തക്കാളിയും കൂടി ഉപ്പേരി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഞാൻ ചോറ് കൊടുത്തു കേട്ടോ. എല്ലാവരും ചോറ് കഴിച്ച ശേഷമാണ് ഞാൻ ചോറ് കഴിച്ചത്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം അടുത്ത വീഡിയോയുമായി നാളെ കാണാം കേട്ടോ. ബൈ.